പ്രിയങ്ക ഗാന്ധി ഭർത്താവ് റോബർട്ട് വദ്രയും കുടുങ്ങുന്നു. ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും പേര് എടുത്തു തന്നെ പറയുന്നു. ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിക്കെതിരെയുള്ള കുറ്റപത്രത്തിലാണ് ഇവരുടെ പേര് പറയുന്നത്. ഈ സഞ്ജയ് ഭണ്ഡാരിയിൽ നിന്ന് റോബർട്ട് വദ്രയും പ്രിയങ്ക ഗാന്ധിയും പണം പറ്റുകയും ഫരീദാബാദിൽ ധാരാളം ഭൂമി വാങ്ങിച്ചു കൂട്ടുകയും ചെയ്തു. ആ പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിച്ചു കൂട്ടുകയും ചെയ്തു. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. കള്ളപ്പണ ഇടപാടിൻ്റെ കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ലണ്ടനിലാണ് ഈ സഞ്ജയ് ഭണ്ഡാരി ഉള്ളത്. ലണ്ടനിൽ നിന്ന് സഞ്ജയ് ഭണ്ഡാരിയെ വിട്ടുകിട്ടുന്നതിനുള്ള നീക്കം ഇന്ത്യ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇപ്പോഴത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അധികം വൈകാതെ സഞ്ജയ് ഭണ്ഡാരിയെ ഇന്ത്യക്ക് വിട്ടു നൽകും എന്ന് തന്നെയാണ് ലണ്ടൻ കുറച്ച് നാൾക്ക് മുമ്പ് അറിയിച്ചിരുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധിക്ക് കുരുക്കുപുറത്. ഇത് കോൺഗ്രസ് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു എന്നൊരു സംശയവും ബലപ്പെടുന്നുണ്ട്. കാരണം യുടെ ചുമതലയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് നീക്കം ചെയ്തിരുന്നത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും റോബർട്ട് വദ്രയ്ക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെയുള്ള ഈ ഇ ഡി അന്വേഷണവും CBI അന്വേഷണവും കേസുമൊക്കെ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. കേരളമടക്കമുള്ള ഇടങ്ങളിൽ റോബർട്ട് വദ്ര ഉൾപ്പെടുന്ന കമ്പനി വലിയ രീതിയിൽ ഭൂമി വാങ്ങിക്കൂട്ടിയത് വലിയ വാർത്തകൾ ഇടം പിടിച്ചതാണ്. ഇപ്പോഴും നിലവിൽ അനവധി കേസുകൾ റോബർട്ട് വദ്രയ്ക്കെതിരെ നടക്കുന്നുണ്ട്. ഇതിൽ പല കേസുകളിലും പ്രിയങ്ക ഗാന്ധിയുടെ പേരുകളും ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും കുറ്റപത്രത്തിൽ ഇതാദ്യമായി ഇ ഡി പ്രിയങ്ക ഗാന്ധിയുടെ പേരും വളരെ വ്യക്തമായി തന്നെ എഴുതിയിരിക്കുന്നു. സഞ്ജയ് ഭണ്ഡാരി എന്ന് പറയുന്ന ആയുധ ഇടപാടുകാരൻ്റെ കള്ളപ്പണ ഇടപാടിൽ റോബർട്ട് വദ്രയ്ക്കും പ്രിയങ്ക ഗാന്ധിക്കും പങ്കുണ്ട്. അയാളിൽ നിന്നും ഇവർ പണം വാങ്ങി ഫരീദാബാദിൽ ധാരാളം ഭൂമി വാങ്ങിക്കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.